മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. പാലക്കാട്ടെ നിപ്പ ബാധിതയുടെ ബന്ധുവിന് പനി. 10 വയസ്സുള്ള കുട്ടിക്കാണ് പനി ബാധിച്ചത്. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. നാട്ടുകല്ലെ നിപ്പ ബാധിതയായ യുവതിയുടെ വീടിന് പരിസരത്ത് മരത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകളെ കണ്ടെത്തി. ഇക്കാര്യം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന പരാതി. സ്ഥലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പരിശോധിച്ചു. തച്ചനാട്ടുകരയിലെ 4 വാർഡുകളിലെ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തും. നിപ്പ രോഗലക്ഷണങ്ങൾ 2 മാസത്തിനിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. ഇന്നും നാളെയും 75 അംഗ സംഘം സർവേയാണ് നടത്തുക. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേരാണുള്ളത്. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരാണ്. പാലക്കാട് മലപ്പുറം ജില്ലയിലുള്ളവർക്കാണ് നിപ്പ സംശയിച്ചത്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. പാലക്കാട്ടെ നിപ്പ ബാധിതയുടെ ബന്ധുവിന് പനി. 10 വയസ്സുള്ള കുട്ടിക്കാണ് പനി ബാധിച്ചത്. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. നാട്ടുകല്ലെ നിപ്പ ബാധിതയായ യുവതിയുടെ വീടിന് പരിസരത്തെ മരത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകളെയാണ് കണ്ടെത്തിയത്. ഇക്കാര്യം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന പരാതി. സ്ഥലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം സ്ഥലം പരിശോധിച്ചു. തച്ചനാട്ടുകരയിലെ 4 വാർഡുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തും. നിപ്പ രോഗലക്ഷണങ്ങൾ 2 മാസത്തിനിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. ഇന്നും നാളെയും 75 അംഗ സംഘം സർവേയാണ് നടത്തുക. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേരാണുള്ളത്. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരാണ്. പാലക്കാട് മലപ്പുറം ജില്ലയിലുള്ളവർക്കാണ് നിപ്പ സംശയിച്ചത്.